വളരെ കർക്കശമായി പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ വാട്സപ്പ് മനുഷ്യൻ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, ഫേസ്ബുക്കിനോട് നമ്മുടെ നിലപാട് എങ്ങനെയാവണം, ശ്രദ്ധിക്കണം. ഫേസ്ബുക്കിനോട് നമ്മുടെ നിലപാട് എങ്ങനെയാവണം, വാട്സപ്പിനോട് നമ്മുടെ നിലപാട് എങ്ങനെയാവണം, ഇതെല്ലാം വിശുദ്ധ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിലൂടെ. ആരുടെ ചരിത്രമാ ഖുർആൻ എടുത്തു പറഞ്ഞത്? ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സംവിധാനം ചെയ്തു കൊടുത്ത ഒരാളെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരാണത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം وآتيناه من الكنوز ما إن مفاتيحه لتنوء بالعصبة أولي القوة. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഖാറൂൻ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. വാട്സപ്പും ഫേസ്ബുക്കും എന്ന വിഷയം എങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ആലോചിക്കാനായി ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാ പരിശുദ്ധമായ ഖുർആനിന്റെ സോഫ്റ്റ്വെയർ മുമ്പിൽ വെച്ചിങ്ങനെ ഇരുന്ന് എങ്ങോട്ട് കടന്നു പോകണമെന്ന് ചിന്തിച്ച് വെറുതെ ഞാനൊന്ന് ഒരു പദം കൊടുത്തൊന്ന് ക്ലിക്ക് ചെയ്തതാണ്. നേരെ എന്റെ മുമ്പിലേക്ക് വന്നത് ഈ ആയത്താണ്. ഞാൻ ഓർക്കുകയാ, ഇതിലെല്ലാം ഉണ്ട്. വലാ തൻസ നസീബക മിനദ് ദുനിയാ. തെറ്റല്ലാത്ത കാര്യവും നിനക്ക് ചെയ്യും. വരാ തൻസ, നീ മറന്നു പോകണ്ട. നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള നിങ്ങളുടെ വിഹിതം നിങ്ങൾ മറന്നു പോകണ്ട. അത് നിങ്ങൾ ഉപയോഗിച്ചോളോ. തെറ്റല്ലാത്ത ഹലാലായ ജായിസായ ഏതു കാര്യത്തിനും നിങ്ങൾ ഉപയോഗിച്ചോളോ. പക്ഷേ ആലോചിക്കണേ, ഖാറൂനോട് പറഞ്ഞത് ഇത്ര ഫിറ്റാ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണം, ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ. നീ നിന്റെ വാട്സപ്പിലേക്ക് വന്ന നമ്പറിൽ മുഴുവൻ ചാറ്റ് ചെയ്ത പെണ്ണാ മറ്റൊരുത്തന്റെ ഭാര്യ, വേറൊരുത്തന്റെ ഭാര്യയുമായി നീ എങ്ങനെ ചാറ്റ് ചെയ്യുമടാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കൊരു ഭർത്താവുണ്ട് പെങ്ങളെ, പിന്നെ നീ എങ്ങനെ മറ്റൊരന്യനോട് നീ ചാറ്റ് ചെയ്യും പെങ്ങളെ? നിങ്ങൾ ആലോചിക്കണേ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ. ഞാൻ കുവൈത്തിൽ പോയി എന്ന വിവരം നിങ്ങളെ അറിയിക്കാനല്ല, പക്ഷെ ഈ സംഭവം ഞാൻ കേട്ടത് ഇവിടെ നിന്ന് പറയുവാനാണ്. കഴിഞ്ഞ ആഴ്ച കുവൈത്തിൽ പോയപ്പോഴാണ് തിരിച്ചു വരികയാണ് എയർപോർട്ടിലേക്ക് വരാൻ. ഞാൻ വലിയ യാത്ര ചെയ്യുന്ന ആളാണ് എന്ന് പറയാനല്ല ഞാനിത് പറഞ്ഞത്. പടച്ചറബ് ഖറബിയായ യാത്രയിൽ നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എവിടെന്നാ ഈ വിവരം കേട്ടത് എന്ന് പറയുവാനാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നോട് യാത്ര ചെയ്യുന്ന സമയം എയർപോർട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കൂടെയുള്ള ആൾ എന്നോട് പറയുകയാണ്, നല്ല മുത്തഖിയായ പെണ്ണാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് വേഗം ഞാൻ ഇതിന്റെ അപകടങ്ങളിലേക്ക് കടന്നു പോകുന്നത്. വാട്സപ്പ് ഉപയോഗിക്കാമോ? വിരോധമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടാത്ത കാര്യമാണോ അവിടെ അപകടം പിണവുകയാണ്. അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പെണ്ണിന് വാട്സപ്പിൽ ആരൊക്കെ ഗ്രൂപ്പിൽ ചേർക്കാമെന്ന് വരെ 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, നിന്റെ വാട്സപ്പിലെ ഗ്രൂപ്പിലെ ആളായി ഫ്രണ്ട്സായി നിനക്കാരെ ചേർക്കാമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ആൾ നിന്റെ വാട്സപ്പിലെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങളെ SLCക്ക് നല്ല മാർക്കോടെ പാസ്സായപ്പോ വാപ്പ വാങ്ങിച്ചു തന്ന 3Gയുടെ മൊബൈലില്ലേ, ആ മൊബൈലുമായി +1 പഠിക്കാൻ സ്കൂളിന്റെ ക്യാമ്പസിലേക്ക് കയറിപ്പോയ പെങ്ങളെ, കോളേജിന്റെ ക്യാമ്പസിലേക്ക് കയറിപ്പോയ പെങ്ങളെ, നിന്റെ വാട്സപ്പിലും നിന്റെ ഫേസ്ബുക്കിലും അല്ലാഹു പറഞ്ഞവരാ അല്ലാത്തവർ ചങ്ങാതിമാരായുണ്ട്. നിന്റെ കാര്യം വലിയ അപകടമാ. ഞാൻ ഓർക്കുന്നു, ഈ സഹോദരനോട് പറയുകയാണ്, എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അതെ നല്ല മുത്തഖിയായിട്ട് ഒരു പെണ്ണാണ്, നല്ല തഖ്വയുള്ള പെണ്ണാണ്, തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന പെണ്ണാ. ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ. വേണോ വേണ്ടേ നമ്മളാ തീരുമാനിക്കേണ്ടത്. അത്യാവശ്യമുള്ള ആളാണോ? തെറ്റല്ലാത്ത കാര്യത്തിൽ വിനിയോഗിക്കുന്നതിന് തകരാറില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പക്ഷേ നല്ലവർ പോലും
പോലും പഴിപിഴച്ചു പോകാൻ ഇടവരുന്നുവെന്ന ഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന പെണ്ണാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന പെണ്ണാൻ എന്നോട് പറയുകയാണ്, ഈ പെണ്ണിന് വാട്സപ്പ് ഉണ്ടായിരുന്നു. പലരും കയറി വന്ന വാട്സപ്പിലൂടെ, പലരും പല മനുഷ്യന്റെ മനസ്സ് പല സമയത്തും പല രീതിയിലാകുമല്ലോ. അവസാനം ഒരാളുമായി നിരന്തരം ചാറ്റിംഗായി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എഞ്ചിനീയറാൻ, നിരന്തരം ചാറ്റിംഗായി, ബന്ധം സുദൃഢമായി. നിങ്ങൾ ആലോചിക്കണേ, തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന പെണ്ണാ. ഈ പെണ്ണ് തന്റെ ഭർത്താവിനെ വിട്ടേച്ച് അന്യന്റെ കൂടെ ഓടിപ്പോയി. ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. ഗുണമാണോ നാശമാണോ? ഏറെ നമ്മൾ നല്ലപോലെ ചിന്തിക്കണം. എന്നിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സദസ്സിനോട്, ഗുണമല്ലേ, ഗുണമല്ലേ. തളിപ്പറമ്പ് പോയപ്പോ ഒരു കത്ത് കിട്ടിയല്ലോ, അത് ഞാൻ കാണിച്ചു കൊടുത്ത ആൾ ഈ വേദിയിലുണ്ട്. തളിപ്പറമ്പിൽ പ്രസംഗിച്ചപ്പോ ഒരു കത്തെന്റെ കയ്യിൽ കിട്ടി. അത് കണ്ട ആളാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഷൗക്കത്ത് അലി ഉസ്താദ്. എന്താ പറഞ്ഞേ? ആ പെണ്ണൊരു കത്തിൽ പറയാൻ, ഞാൻ നല്ല ദീനി ചിട്ടയുള്ള പെണ്ണാണ്, എന്റെ മക്കളൊക്കെ ദീനി ചിട്ടയുള്ളവരാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ എന്റെ മൊബൈലിൽ ഞാൻ അത്യാവശ്യമുള്ളത് കൊണ്ട് വാട്സപ്പ് എന്റെ മൊബൈലിൽ ഞാനത് സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. എന്റെ മൊബൈലിലേക്ക് ഞാൻ ആ വാട്സപ്പ് ഞാൻ എന്റെ ഫീഡ് ചെയ്തിട്ടുണ്ട്, എന്റെ മൊബൈലിലുണ്ട്. എന്നിട്ടോ ഈ പെണ്ണ് പറയാൻ, എന്റെ മൊബൈലിലേക്ക് പല രീതിയിലുള്ള മോശമായ മെസ്സേജുകൾ വരുന്നു. ഞാനൊരു ഭർത്താവുള്ള പെണ്ണാ, പെങ്ങളെ അപകടമാണോ? നീ വഴിപിഴച്ചു പോകാനിടയാണോ? നിന്റെ മൊബൈലിൽ എന്തിനാണ് വാട്സപ്പ്? നിന്റെ മൊബൈലിൽ എന്തിനാണ് വാട്സപ്പ്? നിനക്ക് സംസാരിക്കാൻ ആരോട് അനുവാദമുണ്ട്? ആരോട് നീ സംസാരിക്കാൻ പാടില്ല? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കെല്ലാവരോടും ചാറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അവകാശമുണ്ടോ? അല്ലാഹു നൽകിയിട്ടില്ല. എന്തേ നൽകാതിരുന്നത്? ഭൂമി ലോകത്ത് നാശമാവും. എത്ര ഉപ്പമാരുണ്ട്. ചമ്മാട് ദാറുൽ ഇസ്ലാമിക് അക്കാദമിയിലെ വയലു കഴിഞ്ഞ് ഒരു ദിവസത്തെ വയലു തന്നെ വിനോദമെന്ന വിഷയം സംസാരിച്ചപ്പോ വെറുതെ മൊബൈൽ എന്ന വിഷയം ഒരൊറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോയതാണ്. മൊബൈലുകൾ എത്ര ഉപ്പമാർക്കാ കണ്ണുനീര് സമ്മാനിച്ചത്. മൊബൈൽ കാരണം എത്ര ഉമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് വയലു പറയാൻ വേണ്ടി ചെന്നപ്പോ പള്ളിയിലേക്ക് വുളൂ ചെയ്യാനായി കയറുന്നത് കാത്തൊരാൾ കിടക്കിരിക്കുന്നുണ്ട്. ഞാൻ അടുത്തെത്തിയപ്പോൾ അയാൾ അടുത്തേക്ക് വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊട തന്റെ വായിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. വിധവൃദ്ധനായ വന്യവയോധികനായ പിതാവിനോട് പറയുകയാണ്, വിതുമ്പി കരഞ്ഞിട്ട് പറയാൻ, ഉസ്താദേ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ മൊബൈൽ എത്ര ഉപ്പമാർക്കും ഉമ്മമാർക്കും ആ കണ്ണുനീര് സമ്മാനിച്ചത്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എന്റെ പൊന്നമാൻ അമുസ്ലിമായ ഒരുത്തിയുടെ കൂടെ ഓടിപ്പോയി എന്ന് ഒരു പിതാവ് പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. ചിന്തിക്കണം നിങ്ങൾ, എന്തേ ഈ സംവിധാനം മുഖേന അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെടാനുള്ള സാഹചര്യമേറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഏറെ വർദ്ധിച്ചിരിക്കണം. പണ്ട് ഒരു അന്യനോട് സംസാരിക്കണ ഉമ്മേ വാപ്പയെ കാണുന്നൊരു പേടി, ഒരു മോശം ഉണ്ടായി. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ കാണുമ്പോൾ സംസാരിക്കാൻ മോശം. ഇന്ന് ഉമ്മാന്റെ മുമ്പിൽ ഇരുന്ന് പോലും അന്യനോട് സംസാരിക്കാം. ഉമ്മാന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. ഉമ്മാന്റെ മുമ്പിൽ ഇരിക്കുമ്പോ കുഞ്ഞുമോള് ഇതിലിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ വിചാരിക്കണം എന്താ, മോള് ഇന്നലെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിലുള്ള വർക്കൊക്കെ ചെയ്യാണെന്നാണ്. വാപ്പ വാങ്ങിച്ചു കൊടുക്കത് ആ ജാതി വലിയൊരു മൊബൈലും. പാപ്പാക്ക് വലിയ ജോലി ഉണ്ടാകുമ്പോൾ ഉമ്മ വിചാരിക്കണം മോള് ആ വർക്കൊക്കെ ചെയ്യും. മോള് വർക്ക് ചെയ്യല്ല, മോള് ചാറ്റ് ചെയ്യുകയാണ്. എന്തിനേറെ ഈ കൊല്ലത്തെ റമദാനിൽ ഒരു സുഹൃത്തനോട് പറഞ്ഞ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഏറെ സമയമില്ലല്ലോ. അപകടം, വളരെ അപകടങ്ങൾ സംസാരിക്കാം. ഗുണമുണ്ടോ അപകടമുണ്ടോ? ഞാൻ ഒറ്റ വാക്കിൽ നിർത്താൻ കാരണം സമയമില്ലാത്തതുകൊണ്ട് വേഗം ഇതിന്റെ ഹൃദയത്തിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ്? വാട്സപ്പ് ഉപയോഗിക്കാം. നിനക്കത് മര്യാദക്ക് ഉപയോഗിക്കാൻ കഴിയോ? നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്താം. നീ നിന്റെ വാട്സപ്പിൽ ഇന്ന് ദുആ സമ്മേളനമുണ്ട് പുല്ലൂക്കര, വെൽക്കം ടു യു എന്ന് നിങ്ങൾ ചാറ്റ് ചെയ്താൽ അല്ലാഹു കൂലി തരും. എന്നാൽ യു ആർ വെൽക്കം ടു മൈ ഹോം അറ്റ് നൈറ്റ്
ഇന്നൊരാൾ മമ്മി ഡാഡി വീട്ടിലില്ല. എന്തേലും മമ്മി ഡാഡി നിങ്ങൾക്ക് അറിയില്ലല്ലോ പാടാൻ. അറിയോ? എന്റെ ബാക്കി എന്തേനു? മമ്മി ഡാഡി വീട്ടിലില്ല. പിന്നെ എന്നല്ലേ സൊബസ് അടുത്ത വരുന്നേ നമ്മൾ പാടാൻ വേണ്ടിയിട്ട് കുറെ തെരഞ്ഞു നോക്കി പഠിച്ചെന്ന് മറന്നുപോയി. മമ്മി ഡാഡി വീട്ടിലില്ല. എന്താ കാരണവരും വീട്ടിലില്ല. അടുത്തൊരു ലൈനുണ്ട്. ഇതാണ് ഒരാൾ മെസ്സേജ് ചെയ്തതെങ്കിലോ നാളെ നരകത്തിന്റെ വരകാണ് നീ. നരകത്തിന്റെ വരകാൻ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോൾ ഉണ്ടായ നാശം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരന്യ സ്ത്രീയും ഒരന്യ പുരുഷനും തമ്മിൽ ഒരിക്കലും ഒറ്റക്കാവാൻ പാടില്ല. 14 നൂറ്റാണ്ടും മണരാറിന്റെ തിരിരുന്നിട്ട് ഈ കാലഘട്ടത്തെ പോലും ദീർഘവീക്ഷണം ചെയ്ത പുണ്യനബി. ഉറക്കച്ചല്ലോ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ പ്രസക്തമാണ് ആ വാക്ക. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ ഇല്ലാ വശൈത്താനു സാലിസുഹുമാ. വാപ്പമാർ മനസ്സിലാക്കേണ്ട വാക്കാൻ, ഉമ്മമാർ മനസ്സിലാക്കേണ്ട വാക്കാ. ആരാ പറഞ്ഞത്? ശഫീഉനാ റസൂലുള്ളാഹി. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും തമ്മിൽ ഒറ്റക്കാവുകയില്ല. ഇല്ലാ വശൈത്താനു സാലിസുഹുമാ. പിശാച് അവരിൽ മൂന്നാമനായിരിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒറ്റക്കാവുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് കഴിയാവുന്ന ഒന്നാണ്. അല്ലെങ്കിൽ വളരെ വിപുലമായ രീതിയിൽ കഴിയാവുന്ന ഒന്നാണ് വാട്സപ്പും ഫേസ്ബുക്കും. ഫേസ്ബുക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഓപ്പണാണ്. വാട്സപ്പിന്റെ പ്രത്യേകതയോ വാട്സപ്പ് സ്വകാര്യ റൂമുകളാണ്. സ്വകാര്യ റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവനറിയില്ല. സ്വന്തം റൂം അതന്നല്ലേ ഇതിലൊക്കെ പറയലെന്താ? ഞാൻ എന്റെ റൂമിലാണ് അല്ലേ? ഉമ്പാസാജിക്ക് അറിയോ? ഉമ്പാസാജി ഒരു സാധുവാ പറഞ്ഞത് തിരിയാൻ. ഒപ്പരെ നമ്മുടെ കൂട്ടത്തിലാവും ഈ വിഷയത്തിലൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്റെ റൂമിലാണ്. എന്റെ റൂമിൽ നിന്നാ ഈ റൂമിൽ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യാം. അത് ഇയാളുടെ ഫേസ്ബുക്കിലെ റൂമാണ്, ഇയാളുടെ വാട്സപ്പിലെ റൂമാണ്. 50 ആളുകൾ ചേർന്ന ഒരു ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സും ഉണ്ട്, മോശപ്പെട്ട ഫ്രണ്ട്സും. നല്ല ചർച്ചകൾ നടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. എന്താ ചർച്ചകൾ? പരിശുദ്ധമായ ഖുർആന്റെ ചർച്ചകൾ, ഹദീസിന്റെ ചർച്ചകൾ. മട്ടന്നൂരിൽ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. ഖുർആൻ ക്ലാസ്സിന് അതിനുണ്ട് ഇൻ ദ വേ ഓഫ് അള്ളാഹ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. 50 ആളുകളുണ്ട് അതിൽ. നല്ല കുഞ്ഞുമക്കളാണ്, ചെറുപ്പക്കാർ. നല്ല ചർച്ച, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കിസ്സകൾ, നല്ല ചർച്ചകൾ. അതിന്റെ അഡ്മിനി സൂപ്പർ മനുഷ്യനാണ്. എന്താ ആവശ്യമില്ലാത്ത എല്ലാം ചർച്ച വന്ന അപ്പോൾ അടി കൊടുക്കും. അടി എന്ന് പറഞ്ഞാൽ വടിയോണ്ടുള്ള അടിയല്ല, ആടിയൊക്കെ പോപ്പഞ്ഞി. ഈ ദൂരത്ത് നിന്ന് പോലും, വളരെ വിദൂരത്ത് നിന്ന് പോലും മനുഷ്യന് പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള കാലം വരെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുരോഗതിയിൽ അല്ലാഹുവിനെ മറക്കുന്നവർ അല്ലാഹു നമ്മെ ചേർക്കാതിരിക്കുമാറാകട്ടെ. നല്ല ചർച്ച, അല്ലാഹു കൂലി തരും. എന്നാൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, 4 ആളുകൾ 5 ആളുകൾ 8 ആളുകൾ 10 ആളുകൾ ചേർന്ന് ഗ്രൂപ്പ്. ഒരാൾ എന്താ വാട്സപ്പിന്റെ പ്രത്യേകത? ഒരാളുമായും രഹസ്യമായി സംസാരിക്കാം. രഹസ്യമായ റൂമിലിരുന്നിട്ട്. അപ്പോൾ റൂമിലിരുന്നിട്ട് തന്നെ വീട്ടിന്റെ റൂമിൽ നല്ല ഈ പറഞ്ഞേ, ഇയാൾ ബസ്സിന് പോവാ, അപ്പോഴും ഇയാളുടെ സീക്രട്ട് റൂമിലാണ്, മൊബൈലിലെ റൂമിലാണ്. ഇയാൾ മറ്റൊരന്യ പെണ്ണിനോട് സംസാരിക്കുന്നു. എല്ലാ മനുഷ്യന്മാരുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കിടയിലും ഖൽവത്താവാൻ പറ്റുന്ന കാലമാ. ഖൽവത്തായാൽ പിശാചവരിൽ മൂന്നാമത്തെ ആളാകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. കോളേജിന്റെ ക്യാമ്പസിൽ 5 ആൾ ചേർന്നൊരു ഗ്രൂപ്പ്. 5 ആളുകൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. 8 ആളുകൾക്ക്. ഈ 8 ആളും എങ്ങനത്തെ ആൾ? എന്നോട് ക്യാമ്പസിൽ ഒരു കുട്ടിയാ പറയുന്നത്, ഒരു സ്ഥലത്ത് വയത് കഴിഞ്ഞ് ഞാൻ മട്ടന്നൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അവന് വാഹനത്തിലുണ്ട്. എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഓനോട് ചോദിച്ചു, ഈ വിഷയം പഠിക്കണല്ലോ,
ഞാൻ അവനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, ഇതിന്റെ കുറെ നാശം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, സാധേ ഇപ്പോൾ സമയം എത്രയായി? വയലു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോ 2:30-3 മണിയോട് അടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഇതിന്റെ ഒരു അപകടം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണോ? എന്റെ മൊബൈലിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടൊന്ന് ചാറ്റ് ചെയ്താൽ, എന്റെ കോളേജില് പഠിക്കുന്ന പെണ്ണിന്റെ മൊബൈലിലേക്ക് പെണ്ണിനോട് ഞാൻ ചാറ്റ് ചെയ്താൽ ഈ 2:30 മണിക്ക് ഇതേ സമയം അവളിൽ നിന്ന് മറുപടി പറയും, തിരിച്ചവൾ ചാറ്റ് ചെയ്യും. 3 മണിയായിട്ട് വീട്ടിന്റെ അകത്ത് മോൾ ഉറങ്ങിയിട്ടില്ല. 3 മണിയായി മോൾ ഉറങ്ങിയില്ല. മൊബൈൽ ചെവിയുടെ അടുത്ത് വെച്ചിട്ടാ മോൾ കിടക്കുന്നത് തന്നെ. കുണം 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 എന്ന് കേൾക്കുമ്പോൾ നെട്ടി ഉണരാണ്. എന്നാൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനന്നൗം. പള്ളികളിൽ നിന്ന് പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദര, കണ്ണ് തന്ന, കൈ തന്ന, കാത് തന്ന, കേൾക്കാനും കഴിവ് തന്ന, ഒരു ന്യൂനതയുമില്ലാതെ നമ്മെ സൃഷ്ടിച്ച പടച്ച റബ്ബിനായി സുജൂദ് ചെയ്യാൻ എഴുന്നേറ്റ് വരൂ എന്ന വിളി കേട്ടിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. എന്നാൽ ഒരു മൊബൈലിന്റെ ചെറിയ മെസ്സേജ് വരുന്ന ചാറ്റിങ്ങിന്റെ ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ പ്രതികരിക്കുകയാണ്. ഈ റമദാനിലല്ലേ കണ്ണൂരിലെ പ്രമുഖനായ, കണ്ണൂരിലെ നമ്മുടെ സാധാരണ പ്രവർത്തകനായ ഒരാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത്. അയാൾ നടത്തുന്നുണ്ട്, അയാൾ ഇന്റർനെറ്റ് കഫേ നടത്തുന്നുണ്ട്. അയാളാ പറഞ്ഞത്, ഈ കൊല്ലത്തെ SLC പരീക്ഷ കഴിഞ്ഞോ, +1 കുട്ടികൾ അപേക്ഷിക്കുന്ന സമയം ഏകജാലകത്തിനായി അപേക്ഷിക്കാൻ അയാളുടെ ഇന്റർനെറ്റ് കഫേയിൽ വന്നത് 50 അപേക്ഷകളാണത്രേ. 150 അപേക്ഷകൾ. എല്ലാം ശ്രദ്ധിക്കണം ഉമ്മമാർ. പുല്ലൂക്കരയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ദുബായിൽ പോയി പണം അടിച്ചു കൊടുത്താൽ പോരാ ഉമ്മമാരെ. മകൾക്ക് നമ്മളൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മകൾക്ക് അത് ആവശ്യമുള്ളതാണോ, അതവൾ മര്യാദക്ക് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇയാൾ പറയാൻ 180 അപേക്ഷകർ ഇവിടെ വന്നു. ഞാൻ പകൽ സമയത്തായിരുന്നു എത്ര അടിച്ചു കയറ്റാൻ ശ്രമിച്ചിട്ടും നെറ്റിൽ ലൈൻ ബിസി ആയതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ 150 രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അപേക്ഷയെല്ലാം നിങ്ങളതിന്റെ ഡാറ്റ മുഴുവൻ എന്റെ കയ്യിലേക്ക് തന്നെ, രാത്രി ഇരുന്നിട്ട് ഞാനിത് ചെയ്തു കൊള്ളാം. രാത്രി നെറ്റ് നല്ല സ്പീഡ് കിട്ടുകയും തിരക്ക് കുറവാവുകയും ചെയ്യും. രാത്രി ഞാൻ ചെയ്യും. ഇൻഫർമേഷന്റെ കാര്യത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും. ഇയാൾ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരനാ, അത്യാവശ്യം മതബോധമുള്ള ചെറുപ്പക്കാരനാ. ഈ സഹോദരൻ പറയുകയാണ്, 180 അപേക്ഷകളെന്ന് രാത്രി അദ്ദേഹം ഇന്റർനെറ്റ് വഴി നെറ്റിലൂടെ ഇയാൾ അപേക്ഷിച്ചു ഏകജാലകത്തിനായി. 180 അപേക്ഷകൾക്ക് വേണ്ടി ഇയാൾ കൊടുത്തപ്പോൾ അതിൽ 40 ഡാറ്റയിൽ ചെറിയ സംശയം തോന്നി. 40 ഡാറ്റയിൽ സംശയം തോന്നിയപ്പോ രാത്രി ഇയാൾ പറയാ, 40 കുട്ടികളെയും ഞാൻ വിളിച്ചു. അവരുടെ ഡാറ്റയുടെ ക്ലിയറൻസിന് വേണ്ടി, ആ ഡാറ്റയിലുള്ള വിവരം ശരി വിവരം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു. 40 ഞാൻ വിളിച്ചപ്പോൾ 10 അമുസ്ലിങ്ങളാണ്. ചിന്തിക്കണം ഉപ്പമാർ നല്ലപോലെ ആലോചിക്കണം. 10 അമുസ്ലിങ്ങളാണ്, 30 മുസ്ലിങ്ങളാണ്. 30 മുസ്ലിങ്ങളെ ഞാൻ വിളിച്ചപ്പോൾ രാത്രി 2 മണിക്ക്, രാത്രി 3 മണിക്ക്, രാത്രി 3:30 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ അതിൽ 20 മൊബൈലുകളും ബിസിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ SLC കഴിഞ്ഞപ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈലില്ലേ, 3Gയുടെ മൊബൈൽ, എന്റെ 3:30 മണിക്ക് ബിസിയാവാൻ കാരണം? അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചയോടെ എടുക്കുന്ന 2:30 മണിക്ക് 16 വയസ്സുള്ള സക്കീന മോളുടെ മോളുടെ ഫോൺ ബിസിയാൻ. രാത്രി 1:30 മണിക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ള റുഖയ്യ മോളുടെ ഫോൺ ബിസിയാൻ. ഉപ്പാ, നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം. രാത്രി 1:30 മണിക്ക് ഇവരെ വിളിക്കുന്നതാരാ? ഇവരുടെ ഭർത്താവാണോ? ഇവരുടെ കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ദുബായിലുള്ള ഭർത്താവാണോ രാത്രി 3:30 മണിക്ക് വിളിക്കുന്നത്? വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട അപകടകരമായ അവസ്ഥയാ ഞാൻ പറഞ്ഞു വരുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സമയമില്ലല്ലോ നമുക്ക്. ദുആ ഇന്ന് പ്രധാനമായതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനമാകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലോകാവസാനമാകുമ്പോൾ ഇദാ സഹറ സിനാ, വ്യഭിചാരം വ്യാപകമായി നടക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചാരം വ്യാപകമായി നടക്കും. വ്യാപകമായി വ്യഭിചാരം നടക്കും. ഈ വ്യഭിചാരം നടന്നതാ വ്യഭിചാരം അല്ലാഹുവിന്റെ ഹബീബ് അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വലിൽ ഐനി സിനാ വൽ ഐനാനി സിനാഹുമാ അന്നദർ. കണ്ണിന് വ്യഭിചാരമുണ്ട്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടം. എന്തേ? എന്റെ തന്നെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഫേസ്ബുക്കിലാക്കിയിട്ട് താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്റെ നഗ്നതകൾ വെളിച്ചത്ത് കാണിച്ച് അയച്ചു കൊടുക്കുക. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉപ്പമാര് ചിന്തിക്കണേ, ഉമ്മമാർ ആലോചിക്കണേ. ഇന്ന് അധികവും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, എല്ലാവരെയും കുറിച്ചല്ല. ഒരുപാട് മക്കളിനോടൊരു സുഹൃത്ത് ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഫോട്ടോ എടുത്തിട്ട് നെറ്റിലേക്ക് അങ്ങ് വിടുക, വാട്സപ്പിലേക്ക് അങ്ങ് വിടുക, ഫേസ്ബുക്കിലേക്ക് വിടുക. എന്നിട്ട് എത്ര ആളുകൾ ലൈക്ക് അടിക്കുന്നുണ്ട്. പെങ്ങളെ, നിനക്ക് ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് ലഭിച്ചിട്ടുണ്ട്, വാട്സപ്പിൽ എത്ര ലൈക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചല്ല പെങ്ങളെ നിന്റെ വിജയം. നിന്റെ വിജയത്തിന്റെ വിധാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ദ്വയിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിന്റെ വിജയം പറഞ്ഞതെന്താ? അല്ലെ, എത്ര ആൾക്കാരെ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര ആൾക്കാർ ഇന്നുണ്ടല്ലോ പത്രത്തിൽ ഒരു ഭാര്യയും ഭർത്താവും വേർപിരിണെ ഒരു ഇതുണ്ടല്ലോ. ഏതാണ്? ആരാണ് ആള്? ദിലീപും മഞ്ജു വാര്യർ. ദിലീപും മഞ്ജു വാര്യർ. വാനിറ്റി വേഗം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് ഇപ്പൊ ഒരാൾ എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. വാനിറ്റി വേഗം. അത് ഞാൻ ചോദിച്ചു, എന്താ വാനിറ്റി വേഗം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അതിങ്ങനെ നെഞ്ഞത്തൂടെ ഇതിലൂടെ റോഡുണ്ടല്ലോ, അപ്പുറപ്പുറമൊക്കെ മൺമതിൽ തിരിഞ്ഞിട്ടില്ല, ഇതിലൂടെയാണ് ആ ബാഗ് ഇടുക എന്ന് പറഞ്ഞു. എന്നിട്ടോ അതിന്റെ താഴ്ഭാഗം ഘനത്തിലിരിക്കുമ്പോ ഇതിന്റെ ഈ ബാഗിന്റെ കയ്യിന്റെ ഭാഗം എന്താവും? ടൈറ്റാവും. ടൈറ്റായാൽ എന്ത് സംഭവിക്കും? പൊതുവേദിയിൽ പറയാൻ പറ്റില്ല. ഏരപ്പ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. മഞ്ജു വാര്യർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രമുണ്ട്. ഈ ബാഗാന്ന് തോന്നുന്നു തോളിലിട്ട്. ഈ ബാഗാണ് തോളിലിട്ടതെന്ന് തോന്നുന്നു. മഞ്ജു വാര്യർക്ക് 16 ലക്ഷം ലൈക്കുണ്ട്. പെങ്ങളെ, നീ മഞ്ജു വാര്യരാവാൻ ശ്രമിച്ചാൽ നടക്കാൻ പോകുന്ന അപകടമെന്താ? നീ മൊബൈലിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, നീ യൂട്യൂബിലേക്ക് നിന്റെ ഫോട്ടോ കയറ്റി വിട്ടിട്ട് ആളുകളുടെ ലൈക്ക് വാങ്ങാൻ നിന്നാൽ അല്ലാഹുവിന്റെ സ്വർഗം നിനക്കില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വർഗം കണി കാണാൻ കഴിയില്ല. പടച്ചുറപ്പിന്റെ സ്വർഗം കണി കാണാൻ. എന്റെ നെറ്റിലേക്ക് ഫോട്ടോ കയറ്റി വിട്ടു. എന്നിട്ട് പിന്നെ അവള് നോക്കാം ഓരോ ദിവസവും എത്ര ലൈക്കായി. ഓരോരുത്തരെ കമന്റ്. എന്താ കമന്റ്? വെരി നൈസ് ലേഡി. ഞാൻ അത്യാവശ്യം തിരക്കടിൽ ഞാൻ പോക്കെന്ന് തോന്നാം. വെരി നൈസ് ലേഡി, വെരി നൈസ് ലേഡി. ഓരോ ആളുകളുടെ കമന്റുകൾ. പെങ്ങളെ, നിന്റെ സ്വർഗം എവിടെയാ? നിന്റെ വിജയം എവിടെയാ? നിന്റെ വിജയം നീ നിന്റെ ഔറത്ത് മറച്ചു വെക്കുന്നതിലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഉറക്കച്ചൊല്ലോ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന് സ്വർഗം കിട്ടാൻ 4 കാര്യമാ റസൂലുള്ളാഹി പറഞ്ഞത്. ഒരു പെണ്ണിന് സ്വർഗം ലഭിക്കാൻ 4 കാര്യം. എന്താ പറഞ്ഞത്? സ്വല്ലത്ത് ഖംസഹാ വസാമത്ത് ശഹറഹാ വഅതാഅത്ത് സൗജഹാ വഹഫിളത്ത് ഫർജഹാ. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും വിശുദ്ധമായ റമദാനിലെ നോമ്പ് കൃത്യമായി നോട്ടനുഷ്ഠിക്കുകയും അതേപോലെ വഹഫിളത്ത് ഫർജഹാ വഅതാഅത്ത് സൗജഹാ, ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുകയും വഅതാഅത്ത് ഫർജഹാ, തന്റെ ഔറത്തിന്റെ കാര്യത്തിൽ ശരിക്ക് ശ്രദ്ധിക്കുകയും ചെയ്താൽ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്ന ശഅത്, സ്വർഗ്ഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു പോകാം. അതുകൊണ്ട് ഫേസ്ബുക്ക് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന പെണ്ണിന് സ്വർഗമില്ല. അടിവരായിട്ട് മനസ്സിലാക്കും. വാട്സപ്പ് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന പെണ്ണാണോ? സ്വർഗമില്ല. ഫേസ്ബുക്ക് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന ആണാണോ? സ്വർഗമില്ല. എന്റെ സഹോദര, ഫേസ്ബുക്ക് അതേപോലെ വാട്സപ്പ് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന സഹോദരനാണോ? സഹോദര, സ്വർഗം നിന്നെ കാത്തിരിക്കുന്നില്ല.
അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ആ അപകടകരമായ ഒറ്റ മേഖലയ്ക്ക് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ അനന്തരഫലം എന്താ? ഒരുപാട് പറയണ്ട. എന്തേ? വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് ഓല് തമ്മിൽ പ്രേമബദ്ധരായി. അവസാനം വാപ്പ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് മോള് പറയാം, എനിക്ക് വേണ്ടാപ്പേ, ഞാന് ഒരു കൊല്ലായി സ്നേഹബന്ധത്തിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഓനാണ് എന്റെ പ്രേമഭാജനം. വാപ്പ അന്വേഷിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്കത് പറ്റില്ലല്ലോ. പറ്റില്ലെങ്കിൽ ഞാനൊരു കാറിന്റെ കഷ്ണം ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാപ്പയെ ഭീഷണിപ്പെടുത്തുന്നു. അപകടം. വാപ്പയെ ആരതിന്റെ കാരണക്കാരൻ? ഈ വാപ്പയാണ് ഒന്നാം പ്രതി. ആരാ പ്രതി എന്ന് ചോദിച്ചില്ല നേരത്തെ? നമ്മളെ നാസർ സാഹിബ് ഇവിടെ നിന്ന് ചോദിച്ചല്ലോ, പ്രതി ആരാൻ പറയും? ഈ 3G മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത വാപ്പയാണ് ഒന്നാം പ്രതി. കർണാടക ഗവൺമെന്റിലെ ശിശുക്ഷേമ ബോർഡ് യോഗം ചേർന്നല്ല, മീറ്റിംഗ് ചേർന്നില്ലോ. എന്താ പറഞ്ഞേ? സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ അതിക്രമം നടക്കാനുള്ള കാരണം മൊബൈലാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ നിരോധിക്കണമെന്ന് കർണാടക ഗവൺമെന്റിനോട് ഒരു ശിശുക്ഷേമ ബോർഡ് ആവശ്യപ്പെടുക. അപകടത്തിലെത്തിയിട്ടുണ്ട്. ഒന്നാം പ്രതിയാരാണ്? വാപ്പയാൻ. രണ്ടാം പ്രതിയാരാ? ഇതിന് കൂട്ടുനിന്ന ഉമ്മയാൻ. അവർ പിന്നെ ജീവിതം മുഴുവൻ കരഞ്ഞെങ്കിലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അടുത്ത ശിക്ഷ പിന്നെ അവിടെ എത്തുന്ന സമയത്ത് എന്താ? കുട്ടി പറയാ, റബ്ബിനോട് എന്താ പറയാറോ? റബ്ബനാ അരിനല്ലദീനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത ഖദാമിനാ. പഠിച്ചോനെ, ഈ അനർത്ഥം മുഴുവൻ ഞാൻ ചെയ്യുമ്പോ എന്റെ വാപ്പ തിരിച്ചു തന്നില്ല, ഉമ്മ തിരിച്ചു തന്നില്ല, അതുകൊണ്ട് അവരങ്ങ് കൊണ്ടുപോവാ, നരകത്തിൽ കടത്ത് ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ എന്ന് പൊന്നുമക്കൾ വിളിച്ചു പറയും എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതുകൊണ്ട് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വലിച്ചെറിയാൻ പറ്റുമോ? വലിച്ചെറിയാൻ പറ്റില്ല. ചെയ്യേണ്ടത് എന്താ? വീട്ടിനകത്ത് കുഞ്ഞുമക്കളിൽ നല്ല ധർമ്മബോധമുണ്ടാക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കണം. വിചാരണ ചെയ്യപ്പെടാനുള്ള ആളാണ് ഞാനെന്ന ബോധമുണ്ടാവല്ലേ? നമ്മളൊരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട്, അല്ലെങ്കിൽ പെങ്ങളെ നീ തന്നെ നിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അത് കയറ്റി വിടുന്ന സമയത്ത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിന്റെ ചുമലിന്ന് രണ്ടാൾക്കാർ എന്റെ ഫോട്ടോ എടുക്കണ്ടേ? അല്ലാഹ് പറഞ്ഞതാ. നീ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, അനാവശ്യമായ അനർത്ഥത്തിന്റെ ചാറ്റിംഗ് നടത്തുമ്പോൾ കീബോർഡിലൂടെ വിരലുകൾ ചലിപ്പിക്കുന്ന സമയം, ചലിപ്പിക്കുന്ന സമയം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചലിപ്പിക്കുന്ന അക്ഷരം പോലും എന്ത് എന്ന് നിന്റെ ചുമരിൽ ഇരുന്ന് രണ്ടാളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആര് പറഞ്ഞ? അല്ലാഹു. ഫോട്ടോ എടുത്തിട്ട് അവർ ചെയ്യുന്നത് എന്താ? അവർ നേരെ വിടുന്നുണ്ട് റെക്കോർഡിലേക്ക്. ആ റെക്കോർഡ് അല്ലാഹു തുറന്നു വെക്കും. ഏതു കാലത്താണ്? ആരാ ഫോട്ടോ എടുക്കുന്ന ആളുകൾ? റഖീബും അതീദും നിന്റെ വലത്തും ഇടത്തും തോളിൽ ഇരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞപ്പോ നമുക്ക് വിശ്വാസമായില്ല. ഓലി ഫോട്ടോ എടുക്കണം കേട്ടോ, റെക്കോർഡ് ചെയ്ത് വെക്കുക. അല്ലാഹു ഈ ഗ്രന്ഥം അങ്ങ് തുറക്കുമെപ്പോൾ ഞാൻ ഓളായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പാടെ ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്തില്ലേ? എവിടുന്ന്? പോലീസ് ഉദ്യോഗസ്ഥൻ ടവർ ഉപയോഗിച്ച് ഇവർ വിളിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ലിസ്റ്റ് ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പറയാം, 14-ാം തീയതി രാത്രി 2:36 നീ വിളിച്ചിട്ടില്ലേ? ഭൂമിയിലെ ചോദ്യമാ. നിങ്ങൾ ചിന്തിക്കണം. പെണ്ണ് കൊല ചെയ്യപ്പെട്ടോ? കൊലയാളി ആരാണ്? ഇവന്റെ പെണ്ണ് ആത്മഹത്യ ചെയ്തോ? ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താ? ഇവന്റെ വാക്കിൽ ടെൻഷനായതാ. ഓൻ പറഞ്ഞു ഞാൻ ഓളായിട്ട് ബന്ധമൊന്നുമില്ല. ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു 14-ാം തീയതി 2:36 നീ വിളിച്ചിട്ടുണ്ട്. പിന്നെയോ 12-ാം തീയതി രാവിലെ 6:56 നീ വിളിച്ചിട്ടില്ലേ? അവൻ പറഞ്ഞു ഞാൻ അതൊന്നുമല്ല സംസാരിച്ചത്. അപ്പതാ അവൻ സംസാരിച്ച റെക്കോർഡ് മുഴുവൻ പുറത്തേക്ക് കാണിച്ചു. ഭൂമിയിൽ ഇത് നടക്കണ്ടേ? ആഖിറത്തിൽ നമ്മെ സൃഷ്ടിച്ച പടച്ച റബ്ബിന് കഴിയൂലോ? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എല്ലാ വെള്ളിയാഴ്ചയും ജുമയുടെ 2-ാമത്തെ റക്അത്തിൽ ഇത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ആളുകളെ വിടുന്ന ഖതീബുമാർ.
എല്ലാ വെള്ളിയാഴ്ചയും ജുമയിലെ രണ്ടാമത്തെ റക്അത്തിൽ ഖതീബുമാർ ഈ വകവസാനം കേൾപ്പിച്ചുകൊണ്ടാണ് ആളുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരാറുള്ളത്. ഇന്ന ഇലൈനാ ഹിയാബഹുമടാ, നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും, എടീ നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, നീ ചെയ്ത ഓരോ പ്രവർത്തനവും ഞാൻ വിചാരണ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്നും മായിഞ്ഞു ചെയ്യുന്നു പോയില്ല. ആധുനിക ലോകപ്പ് കണ്ടെത്തിയത് എന്താ? ബ്രിട്ടനിൽ അതിനെക്കുറിച്ചുള്ള പഠനം ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ നമ്മുടെ പഴയ കാലത്തൊക്കെ മൊബൈലിന് വല്ല സാധനം നഷ്ടപ്പെട്ടു പോയി, ഒക്കെ മാഞ്ഞുപോയി, ഏതോ ബട്ടൺ അമർത്തിയപ്പോ മാറിപ്പോയി, ഒക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, തിരിച്ചെടുക്കാൻ കഴിയില്ല. പുതിയ സോഫ്റ്റ്വെയർ വരാൻ പോവാണ്, പുതിയ സംവിധാനം മൊബൈലിൽ വരാൻ പോവാണ്. എന്ത് മൊബൈൽ ഉണ്ടെങ്കിലും അതൊക്കെ മാഞ്ഞു തേഞ്ഞു പോയാലും തിരിച്ചെടുക്കാൻ പറ്റും. തിരിച്ചെടുക്കാൻ മനുഷ്യൻ പറയാം, മരിച്ചുപോയാൽ പിന്നെ എവിടെ നിന്നൊക്കെ ഉണ്ടാവാനാണ്. പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി, ഒരാൾ മരിച്ചാൽ അയാളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മണ്ണോട് ചേർന്നു പോയാലും ചേർന്നു പോകാത്തൊരു ഭാഗമുണ്ട്. അതേതാണ്? ഊരക്കുറ്റിയുടെ എല്ലാം. മനുഷ്യന്റെ ഊരക്കുറ്റിയിലെ എല്ല് മണ്ണിനോട് ലയിച്ചു പോവില്ല. റസൂലുള്ളാഹി പറയാം, അതിൽ നിന്ന് നിങ്ങൾ അല്ലാഹു രണ്ടാമത് മടക്കിപ്പടക്കും. പുണ്യനബി ഏത് ഖബറും പോയി നിങ്ങൾ പൊളിച്ചു നോക്കിയാണ്, ഒരംശം പോലില്ലേ ഊരയിലെ എല്ലാം അവിടെ ഉണ്ടാവും. ആ എല്ലിൽ നിന്ന് രണ്ടാമത് അല്ലാഹു നിങ്ങളെ മടക്കിപ്പടക്കും. ഏത് റബ്ബ് ലം യകൂ നുത്ഫതൻ മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. നിന്നെ കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച പടച്ചറബ് ഊരക്കുറ്റിയുടെ നിന്ന് രണ്ടാമത് നിന്നെ മടക്കി പടക്കും. ഇതൊന്നും വെറും വർത്താനമല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വീട്ടിന്റെ അകത്തളങ്ങളിൽ നല്ല ബോധമുണ്ടാക്കണം കുഞ്ഞുമക്കൾ. ആ ബോധമില്ലാത്തതാണ് ഈ നാശത്തിന് മുഴുവൻ കാരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സമയം വൈകിയ ഈ നേരത്ത് ഓർമ്മപ്പെടുത്തി നേരെ ദുആയിലേക്ക് കിടക്കാണ്. മറ്റു കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ചാൻസ് നമുക്ക് കിട്ടിയാൽ ഇതേ വിഷയം നമ്മൾ ഒന്നുകൂടെ പറയും. കുറെ കാര്യം പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഒരൊറ്റ ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പെങ്ങളെ, ഈ കാണുന്നതൊന്നുമല്ല ജീവിതം. സഹോദര, ഇതൊന്നുമല്ല ജീവിതം. മഹാനായ സുലൈമാൻ മുസ്ലിയാറുണ്ടായിരുന്നു പുതിയറയിൽ. ഈ കൊല്ലം പരിശുദ്ധ റമദാനിന് മുമ്പായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പോകുമ്പോ വെറുതെ നിസ്കരിക്കാൻ വേണ്ടി കയറിയത് അവിടെ. അപ്പോഴാണ് സുലൈമാൻ മുസ്ലിയാരുടെ കാലിന്റെ ചാരത്തായി എത്തിച്ചേർന്നത്. ഞാനത് ഓർമ്മിച്ച് കയറിയതല്ല, എന്തേ അവിചാരിതമായി കയറിയതാണ്. പക്ഷേ സുലൈമാൻ മുസ്ലിയാരുടെ പുതിയറയിലെ ഖബറിന്റെ അടുത്തുള്ള പള്ളിയിലാണ് നിസ്കരിക്കാൻ കയറിയത്. എനിക്ക് തോന്നി ഞാൻ തന്നെ അവിചാരിതമായി എന്തേ ഇവിടെ എത്തിച്ചേർന്നത് എന്ന് ഞാൻ ചിന്തിച്ചില്ല. എപ്പോഴും ഇടക്കിടയ്ക്ക് സരസരക്കായി സുലൈമാൻ മുസ്ലിയാരെ പറയാറുണ്ട്. ആളുകൾ പറയും സുലൈമാൻ മുസ്ലിയാർക്ക് ചൂടാണ്, സുലൈമാൻ മുസ്ലിയാർക്ക് ഒരു ചെറിയ ചൂടുണ്ട്, ഹാഫ് ചൂടുണ്ട് എന്ന് പറയാറുണ്ട്. എങ്ങനെ ചൂടില്ലാതിരിക്കുക? കിടക്കന്റെ സ്ഥലം ഖബറാന്ന് ആലോചിച്ച ആർക്കാ ചൂടില്ലാതിരിക്കുക? ഞാൻ ഓർക്കട്ടെ, 27ന്റെ പകലല്ലേ ഇന്ന്? 27ന്റെ പകൽ 6ാം വാർഷികമെന്നോണം ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ട് നിർത്താം. 6ാം വാർഷികമെന്നോണം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഇതേപോലെ ഒരു 27ന്റെ പകലാ ഞാൻ എന്റെ പള്ളിയിൽ നിൽക്കുന്നു. പള്ളിയിൽ എന്റെ റൂമിലാണ്. ഉച്ചക്ക് വഴുതു കഴിഞ്ഞ് ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു എന്റെ റൂമിലേക്ക്. എന്റെ സുഹൃത്താണ്, അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. റൂമിലേക്ക് കയറി വന്നിട്ട് കരഞ്ഞുകൊണ്ട് അയാൾ വന്നത്. മുമ്പിലുള്ള സീറ്റിൽ അയാൾ ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്തേ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, 27ാം രാവിലെ ഉപ്പയുടെ ഖബർ ഞാൻ സാധാരണ സിയാറത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ഭാര്യ വീട്ടിലായതുകൊണ്ട് വാപ്പയുടെ ഖബറിന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞില്ല. അതിന് പകരം ഞാൻ 27ാം രാവിന്റെ പുണ്യം പകലുമുണ്ടല്ലോ, ഉപ്പായുടെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ്. സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ തിരിച്ചു വരികയാണ്. സിയാറത്തിനായി പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ ചെന്നു. അസ്സലാമു അലൈക യാ അബീ എന്നെന്റെ പിതാവിന് ഞാൻ സലാം ചൊല്ലി ഞാൻ സൂറത്തു യാസീൻ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാപ്പാന്റെ ഖബറിന്റെ കാലിന്റെ ഭാഗത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ നിന്ന് ഒരു സർപ്പമങ്ങ് പുറത്തേക്ക് വന്നു.
പേടിച്ചു ഞാൻ മാറി നിന്നു. ആ സർപ്പം അങ്ങനെ എഴഞ്ഞ് കാട്ടിലൂടെ അങ്ങ് എഴഞ്ഞു പോയി. ഇയാള് പറയാണ്, യാസീനോദി പൂർത്തിയാക്കി ദുആ ചെയ്ത് വരികയാണ് ഞാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഉപ്പായിയുടെ ഖബറിലെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരാമോ? പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരാ, എല്ലാവരും നമ്മൾ ഒഴിവാക്കുന്നൊരു ഘട്ടമുണ്ട്. സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്നൊരു ഘട്ടമുണ്ട്. എല്ലാവരെയും നമ്മൾ കൈയൊഴിയേണ്ട ഒരു ഘട്ടമുണ്ട്. ഏതാണ് ആ ഘട്ടമെന്നറിയാമോ? നമുക്ക് എപ്പോഴാണത് വന്നു ചേരുക എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ടല്ലോ. മരണമല്ലേ അത്. എല്ലാം വിട്ടേച്ച് നമ്മൾ അങ്ങ് കടന്നുപോയാൽ ഖബറിൽ ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക? പ്രിയമുള്ളവരെ, ചാറ്റ് ചെയ്ത ഫ്രണ്ട് ഉണ്ടാവുകയില്ല. എപ്പോഴും മൊബൈലിൽ കോൾ ചെയ്യാറുള്ള ആളുണ്ടാവുകയില്ല. നമ്മളും നമ്മുടെ റബ്ബ് മാത്രം. തഫക്കറതു ഫീ ഹശരി വയൗമി ഖിയാമതി വഇസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി താവിയ വഹീദൻ ഫരീദൻ ബഅദ ഇസ്മ മനഅതി റഹീനൻ ബിജുറുമി വത്തുറാബു വസാദിയ തഫക്കറതു ഫീ തോലിൽ ഹിസാബി വഅർദിഹി وذلي مقامي حين أعطى حسابي ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطائيا تفكرت في حشري ويوم قيامتي وإصباح خدي في المقابر ثابيا. എന്റെ ഖബറുകളിൽ കൊണ്ടുപോയി വെക്കുന്ന ദിവസം ഞാൻ ഓർത്തുപോയി. എന്റെ സുന്ദരമായ ഖബറുണ്ടല്ലോ, മണ്ണോട് ചേർത്ത് വെക്കുന്ന ദിവസം ഞാൻ ഓർത്തുപോയി. വഹീദൻ ഫരീദൻ ബഅദ ഇസ്സിൻ വമനാതി റഹീനൻ ബിജുറൂമി വത്തുറാബു വസാദിയ. വഹീദൻ, ഞാൻ ഒറ്റക്ക, ആരും ചാറ്റ് ചെയ്യാനില്ല. എന്റെ ആർപ്പ് വിളികൾക്ക് പോലും കേൾക്കാൻ ഒരാളില്ല. ഉത്തരം പറയാൻ ആരുമില്ല. സബാനിയത്തിന്റെ മലക്കുകളുടെ ദണ്ഡുകളുടെ അടിയേറ്റ് കഴിയുകയാണ്. ആർത്ത് വിളിക്കുമ്പോൾ കേൾക്കാൻ ഒരാൾ പോലുമില്ല. വീഡിയോ പിടിക്കാൻ ആളില്ല. ചാറ്റ് ചെയ്യാൻ അതേപോലെ വാട്സപ്പിലേക്ക് കയറ്റിവിടാൻ ക്യാമറയില്ല, മൊബൈൽ കയ്യിലില്ല. വഹീദൻ ഫരീദൻ ബഅദ ഇസ്സിൻ വമനാതി റഹീനൻ ബിജുറൂമി വത്തുറാബു വസാദിയ. അന്ന് ഞാൻ തലക്ക് വച്ചിരിക്കുന്നത് മണ്ണിനോടാൻ എന്റെ കവിള് ചേർത്ത് വച്ചിരിക്കുന്നത്. ഞാനന്ന് എന്റെ ഉപ്പ എടുത്തു തന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനായി എടുത്ത 5 ലക്ഷത്തിന്റെ അറയിൽ കിടന്ന ഞാൻ ചാറ്റ് ചെയ്തത്. 5000ന്റെ തലയണയാ തടക്ക് വെച്ചത്. എന്നാൽ ആയിരക്കണക്കായ കൊല്ലമില്ലേ പെങ്ങളെ, സഹോദര, തലക്ക് വെക്കേണ്ടത് മണ്ണാ. വത്തുറാബു വസാദിയ തഫക്കറതു ഫീ തോലിൽ ഹിസാബി വഅർദിഹി വദുല്ലി മഖാമി ഹീന ഉഅതാ ഹിസാബിയ വലഹക റജായി ഫീക റബ്ബി വഖാലിഖി ബിഅന്നക തഫൂ യാ ഇലാഹി ഖതാഇയ. ഓർക്കുക, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, വാളിന്റെ ദിവസം അവസാനിക്കുകയാണല്ലോ. അനർത്ഥത്തിന്റെ വല്ല ഗ്രൂപ്പിന്റെ ആളുകളും നമ്മുടെ മൊബൈലിലുണ്ടോ? അനർത്ഥത്തിന്റെ ഫ്രണ്ടുകൾ നമ്മുടെ മൊബൈലിലുണ്ടോ? തിരിച്ചു മെസ്സേജ് കൊടുത്തേ, ഇത്തരത്തിലുള്ള കാര്യത്തിന് ഞാനില്ല എന്ന്. പെങ്ങളെ, നിന്റെ മൊബൈലിൽ ആരൊക്കെ നിനക്ക് ഫ്രണ്ടായി ചേർക്കാം? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിന്റെ മൊബൈലിൽ, നിന്റെ വാട്സപ്പിൽ ആരൊക്കെ ഫ്രണ്ടാക്കാം? നിന്റെ പുതിയാപ്പണ്ണ ഫ്രണ്ടാക്കാം. നിന്റെ ഭർത്താവിനെ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന. ആയത്താണ്, ആയത്ത. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഫ്രണ്ടായി ചേർക്കാൻ പറ്റോ? പാടില്ല. വിശുദ്ധ ഖുർആൻ വളരെ കർക്കശമായി പറയും. നിനക്ക് ഭർത്താവുണ്ടോ? അനക്കങ്ങനെ വാട്സപ്പ് കളിക്കാൻ പൂതിയുണ്ടോ? നീ നിന്റെ ഭർത്താവും തമ്മിലൊരു ഫ്രണ്ടായിക്കോ. ഏറ്റവും നല്ല ഫ്രണ്ടാവാലോ.
ഞാനിങ്ങോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കേസറ്റ് നിങ്ങൾ ഇവിടെ വെച്ചല്ലോ, സുൽസാൻ ഹഖ് ഉസ്താദിന്റെ മൂപ്പര് ഞാൻ ഊതെടുക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞ് ഞാൻ കേട്ടു. സുഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ കയറുമ്പോ റസൂലുള്ളാഹിന്റെ കാലിന്റെ തുടകളിൽ ചവിട്ടി കയറാൻ നബി കാലിന്റെ തുട വെച്ചു കൊടുത്തു. നിനക്ക് ഏത് കളിയും കളിക്കാം നിന്റെ ഭർത്താവിന്റെ കൂടെ, ഏതു കളിയും പറ്റും. പുണ്യനബി ഓട്ട മത്സരം നടത്തിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? പുണ്യനബി ഓട്ട മത്സരം നടത്തിയില്ലേ? ആരെ കൂടെ? ആയിഷ ബീവിന്റെ കൂടെ. എപ്പോഴാ? ഒരു യുദ്ധത്തിന് പോവാം. കുറെ അടുത്തിയപ്പോ റസൂലുള്ളാഹി സ്വഹാബികളോട് നിതാവങ്ങളും പോയിക്കൂടിയിരുന്നു. എല്ലാവരും പോയി കണ്ണെത്താ ദൂരത്തേക്ക് മറഞ്ഞുപോയി, ആരുമില്ല, വിജനമായ സ്ഥലം. ആയിഷ ബീവിനോട് റസൂൽ ചോദിച്ചു, നമുക്കൊന്ന് ഓടിക്കൂടെ എന്ന് വെച്ചു. ഒരു ഓട്ട മത്സരം നടത്തില്ലേ എന്ന് വെച്ചു. ഒരു ഓട്ട മത്സരം നടത്തില്ലേ? ഓടി, രണ്ടുപേരും ഓടി. ആയിഷ ബീവി പറയാ, ഞാൻ ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. അന്ന് ഞാൻ ജയിക്കാൻ കാരണമുണ്ട്, എന്റെ ശരീരം വളരെ മെലിഞ്ഞിട്ടായിരുന്നു, ഞാൻ ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. അപ്പൊ ഞാൻ ചിരിച്ചപ്പോ റസൂലുള്ളാഹിയും ചിരിച്ചു, റസൂലുള്ളാഹി തോൽവി സമ്മതിച്ചു. ഇതേപോലെ മറ്റൊരു ദിവസം യുദ്ധത്തിന് ഓരോ സമയത്ത് ഓരോ ഭാര്യമാരെ കൊണ്ടുപോകും. മറ്റൊരു ദിവസം യുദ്ധത്തിന് പോണ സമയത്ത് ആയിഷ ബീവിക്ക് ഇതേപോലെ നറുക്ക് കിട്ടി. അന്നും ആയിഷ ബീവി പോണേ. റസൂലുള്ളാഹി കുറെ അടുത്തിയപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ അങ്ങളങ്ങ് നടന്നോളിന്നു. കണ്ണത്തോ ദൂരത്തേക്ക് അവർ പോയി മറഞ്ഞു, ആരുമില്ല. റസൂലുള്ളാഹി ആയിഷ ബീവിയോട് ഒന്നുകൂടെ ഒരു ഓട്ടപ്പന്തയം നടത്തിക്കൂടെ? അതെ, ഓടി, ഞാൻ തോറ്റു, റസൂലുള്ളാഹി ജയിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഹാദാ ബിദാക, ഹാദാ ബിദാക, നിനക്ക് നിന്റെ ഭർത്താവിനോട് പറയാൻ പറ്റാത്തതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് പറയാൻ പറ്റാത്തതെന്താ? അവരെ ചെറുതെ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ ഫ്രണ്ടായി ചേർക്കാം, വാട്സപ്പ് ഗ്രൂപ്പിലെ തന്റെ ഉപ്പയെ ഫ്രണ്ടായി ചേർക്കാം, തന്റെ പ്രിയപ്പെട്ട ആൺമക്കളെ ഫ്രണ്ടായി ചേർക്കാം, തന്റെ പ്രിയപ്പെട്ട ആങ്ങളെ ഫ്രണ്ടായി ചേർക്കാം, തന്റെ പ്രിയപ്പെട്ട അമ്മാവനെ ഫ്രണ്ടായി ചേർക്കാം. എങ്ങനത്തെ അമ്മാവന്മാർ? ഞരമ്പ് രോഗികളല്ലാത്ത അമ്മാവന്മാരുണ്ടോ? ഈ പറഞ്ഞതൊക്കെ അത് നിങ്ങൾ അതിനോട് ചേർത്ത് വായിക്കണം എന്ന് ഞാൻ പറയാം. എന്തേ നിങ്ങൾക്ക് ചിലപ്പോ ദേഷ്യം പിടിക്കുന്നോട്, എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എല്ലാ അമ്മമാരെ കുറിച്ചും അല്ല, പത്രത്തിൽ നമ്മൾ വായിക്കില്ലേ? ചേർക്കാം. നിനക്ക് നിന്റെ പിതാവിന്റെ സഹോദരങ്ങളെ ഫ്രണ്ടായി ചേർക്കാം. ഖുർആൻ ഇങ്ങനെ പറഞ്ഞുതരാം. لا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو بني إخوانهن أو بني أخواتهن. ആരെയൊക്കെ ഫ്രണ്ടായി ചേർക്കാം? അക്ഷരം പ്രതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തൊരാൾ നിന്റെ വാട്സപ്പിൽ ഫ്രണ്ടായി ഉണ്ടോ, നീ നരകത്തിന്റെ വിറകാം. സംശയിക്കുക ചെയ്യാം, നീ നരകത്തിന്റെ വിറകാം. അതുകൊണ്ട് ഇന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്യണം, ഇന്ന് പോയിട്ട് കട്ട് ചെയ്യണം. റമദാൻ അവസാനിക്കാൻ പോവാ. നമ്മളെപ്പോ നിങ്ങളറിയോ, ശിവപുരത്ത് സഅദ് എന്ന് പറയുന്നൊരു സഹോദരന്റെ ഭാര്യ പരിശുദ്ധമായ റമദാൻ നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിച്ചുകൂട്ടാൻ വേണ്ടി വരുമ്പോ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? എന്റെ പ്രിയങ്കരനായ സുഹൃത്താണ്. അദ്ദേഹത്തോട് പറഞ്ഞൊരു ഒരു വർത്താനുണ്ട്, അതിന്റെ മനസ്സിന് പോയില്ല. ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങി നാട്ടിലേക്ക് വരാം, നോമ്പിന്റെ മുമ്പ്. നാട്ടിലെ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നത്, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഫ്ലൈറ്റ് ഇറങ്ങി. ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ചെന്നൈ കൊണ്ടുപോയിട്ട് ഇറക്കി. ചെന്നൈയിൽ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റ് കുറെ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ ഒച്ചും വിളിയും ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോ അവര് തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഉണ്ടെന്നാണ്. പിന്നെ പറയുന്ന 1 മണിക്കൂർ, ആ 2 മണിക്കൂർ മുന്നോട്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് പുറപ്പെടും. ഇവര് പറയാൻ, ഞങ്ങളെ സഅദ് എന്ന എന്റെ സഹോദരൻ പറയാൻ, ഞങ്ങളെ സാധനം ലഗേജ് കോലത്തിന് വന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് അത്ര പെട്ടെന്ന് ഞങ്ങളെ ഫ്ലൈറ്റിലേക്ക് കയറ്റി. എന്തേ? ഈ സഹോദരിയെ ഇടിച്ചു വീഴ്ത്താനുള്ള വാഹനം പുറപ്പെട്ടിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞ് ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് പറഞ്ഞ അതേ ഫ്ലൈറ്റ് 2 മണിക്കൂർ മുമ്പേക്ക് സമയം നേരത്തേക്കാക്കി. സാധാരണ ഡിലേ ആക്കലാണ്, നേരത്തെ. എന്നോട് പറയാ, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇറങ്ങി, ഞങ്ങളുടെ സഹോദരൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നവരുടെ സഹോദരൻ വണ്ടിയിൽ കയറി. അപ്പൊ ഞങ്ങൾ മസ്കത്തിലുണ്ടായപ്പോ ബാംഗ്ലൂർ ഞങ്ങളുടെ ഒരു മരുമകളുണ്ട്, ഓല് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ബാംഗ്ലൂർ നമ്മളുടെ നാസ്ത കഴിച്ചിട്ടേ പോകാവൂ. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ഇയാളും ഭാര്യയും നമ്മൾ മർശ്വരം നടത്തിയതേ, നമുക്ക് ഓരോരുത്തർ പോയി നാസ്ത കഴിച്ചിട്ട് പോകും. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇനി അവിടെ കയറുമ്പോ നേരം വൈകും, നിങ്ങൾ ആലോചിക്കണം, അവിടെ കയറുമ്പോ നേരം വൈകും, വൈകുന്നേരം നമ്മൾ പോവാൻ, അത് വേണ്ട, നമുക്ക് വിളിച്ചു പറയാം, നാസ്ത നമുക്ക് വഴിയിൽ നിന്ന് കളിക്കാം. വണ്ടിയിൽ കയറി പോയി. സഹോദരൻ പറയാൻ, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല വിശപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളപ്പോ ഞാൻ എന്റെ അളിയനോട് പറഞ്ഞു, നീ നല്ലൊരു ഹോട്ടലിന് മുമ്പിൽ നിർത്തണം. ഓരോ ഹോട്ടലും പാസ് ചെയ്തു പോയി. ഒരു ഹോട്ടലിന് മുമ്പിലെത്തിയപ്പോ ഞാൻ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇതിനേക്കാളും നല്ല ഹോട്ടൽ അപ്പുറത്തുണ്ട്. അങ്ങനെ കുറെ ഹോട്ടലുകൾ പാസ് ചെയ്തു പോയി. അവൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിരുന്നു അവൻ ഓടിപ്പോയത്. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു വണ്ടി ഞങ്ങളുടെ വാഹനത്തിന്റെ ടയറിന് വന്നിടിച്ചു. ടയർ പൊട്ടിത്തെറിച്ചു പോയി. വാഹനം 3-4 മലക്കം മറച്ചിൽ മറഞ്ഞു. 6 ആളുകൾക്കിടയിൽ നിന്ന്, ഭർത്താവിന്റെയും 4 മക്കളുടെയും തന്റെ അളിയന്റെയും ഇടയിൽ നിന്ന്, ആങ്ങളുടെയും ഇടയിൽ നിന്ന് ഈ സഹോദരിയെ മാത്രം അള്ളാഹു ആ സ്പോട്ടിലങ്ങ് മരിപ്പിച്ചു. ആ സ്പോട്ട് എന്നോട് ഇയാൾ പറയാൻ,
എനിക്ക് മരിച്ചതൊക്കെ വിഷമവും ദുഃഖമുണ്ട്, പക്ഷേ എന്റെ ഭാര്യയുടെ വിശപ്പ് മാറിയിട്ടില്ല എന്ന വേദന എനിക്ക് തീർക്കാൻ കഴിയുന്നില്ല. എന്തേ? അള്ളാഹു നിശ്ചയിച്ച ഭക്ഷണം കഴിഞ്ഞുപോയി. അള്ളാഹു നിശ്ചയിച്ച ഭക്ഷണം കഴിഞ്ഞു. പിന്നെ ഒരു സെക്കൻഡ് പോലും ഭൂമിയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് അവിടെ തയ്യാർ ചെയ്തു വെച്ച നാഷ്ട ഇപ്പൊ വേണ്ട, നമുക്ക് വീട്ടിലെത്തിയിട്ട് വേഗം വീട്ടിലെത്താം എന്ന തീരുമാനത്തിൽ അവർ എത്തിയത്. എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ അള്ളാഹു എന്ത് കണക്കാക്കിയിട്ടുണ്ടെന്നറിയോ? ഇന്ന് തൗബ ചെയ്യണം. വല്ല തെറ്റും ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? ഇന്ന് തൗബ ചെയ്യണം. അനർത്ഥത്തിന്റെ ഫ്രണ്ട്സുകൾ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ടോ? കട്ടു ചെയ്യണം. അള്ളാഹുവിനെ വിചാരിച്ചു. അവർ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധായി പോയി, ഞാൻ അങ്ങോട്ട് വന്നിട്ടും വേണ്ടാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈമാൻ ഉണരേണ്ടത്. അവിടെയാണ് നമ്മുടെ ഖൽബ് ഉണരേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേഗം കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗം, സമയം ഇല്ലാത്തത് കൊണ്ട് വേഗം. മാത്രമല്ല ദുആ വളരെ പ്രധാനമാണ്. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ സംഘാടകർ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ബക്കറ്റ് സഹോദരിമാരുടെ ഭാഗത്തേക്കൊക്കെ കൊടുത്തേച്ചു. സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ഈ സദസ്സുമായി സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് വളരെ വലിയ വിജയത്തിലെത്തിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടാനുണ്ടെങ്കിലൊക്കെ ഇട്ട്, സഹോദരിമാർ ശരിക്ക് മുടിയൊന്നും പുറത്ത് കാണാതെ ശരിക്ക് അവരത്തൊക്കെ മറച്ചിട്ടിരിക്കണം. ദുആ വളരെ പ്രധാനമാണ്. നല്ലൊരു സമയത്താണ് നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഇരിക്കുക. ഒഴിഞ്ഞ ചെയറിലേക്കൊക്കെ മുന്നോട്ട് കയറിയിരുന്ന് ഇരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ സ്വാഗതം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇലാ ഹദറത്തി ഹബീബിന. ദുആ വളരെ പ്രധാന. ദുആനെ കുറിച്ചൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നൊക്കെ റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി ഇനിയുള്ള ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇനിയുള്ള സമയത്ത് ദുആയിൽ പങ്കുകൊള്ളണം.